10 വർഷം തൃശൂർ കോർപ്പറേഷൻ ഭരിച്ച LDFന് അടിപതറിയ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത വിജയത്തിന്റെ നേട്ടം BJPക്കും അവകാശപ്പെടാനുണ്ട്. 6 സീറ്റിൽ നിന്നും 2 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ NDA മുന്നണിക്ക് ഈ തവണ കഴിഞ്ഞു. LDFന്റെ പരാജയവും തങ്ങളുടെ ഡിവിഷനുകളുടെ വിജയവും വലിയ ആവേശമാണ് NDA പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് നടന്ന മത്സരത്തിൽ LDF അടിപതറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുകയും ചെയ്തു. കോൺഗ്രസാണ് വിജയിച്ചതെങ്കിലും ശ്രദ്ധേയമായ നേട്ടം BJP തൃശൂർ കോർപ്പറേഷനിൽ കൈവരിച്ചു. കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞും 6 സീറ്റിലെ കഴിഞ്ഞും വർധനവ് ഇത്തവണ 8 സീറ്റായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്ഥാനാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. BJPയുടെ മണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള രഘുനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ വിജയമെന്ന് അവകാശപ്പെടാനും പറ്റില്ലെങ്കിലും BJPക്ക് വലിയ നേട്ടം തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റമാണ് തൃശൂർ കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉള്ള വാർഡുകളെല്ലാം നിലനിർത്തുകയും പുതിയ വാർഡുകൾ പിടിക്കുകയും BJP ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം തൃശൂർ കോർപ്പറേഷൻ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയം, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന്റെ വർധനമാണെങ്കിലും BJPയെ സംബന്ധിച്ചത് ഭാവിയിലേക്കുള്ള ഒരു നേട്ടമായി തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വലിയൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. BJPയെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ വിജയം എന്നുള്ളത് ജില്ലാ ഭാരവാഹിയായിട്ടുള്ള രഘുനാഥ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വനിതാ സ്ഥാനാർത്ഥികളെ അടക്കം മത്സരത്തിൽ അണിനിർത്തി വലിയ വിജയം തന്നെയാണ് അവർക്ക് നേടാനായിട്ടുള്ളത്. പുതുമുഖ സ്ഥാനാർത്ഥികളടക്കം തൃശൂർ കോർപ്പറേഷനിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വനിതാ സ്ഥാനാർത്ഥികളെ കൂടി നമ്മളോടൊപ്പം ചേർന്ന് പൂർണിമ സുരേഷ് നിലവിലെ തേക്കിൻകാടിലെ മെമ്പറാണ്. എങ്ങനെയാണ് ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? തുടർച്ചയായ 2ാമത്തെ വിജയത്തിനപ്പുറം. അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിന് ജനങ്ങൾ തന്നൊരു സമ്മാനം തന്നെയാണ്. കാരണം അവർ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസവും സ്നേഹവും അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള സർവീസിനും കിട്ടിയിട്ടുള്ള പ്രതിഫലം തന്നെയാണ്. ഈ വിജയം ജനങ്ങളുടേതാണ്. ഓക്കെ, ഏതായാലും BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷ തന്നെയാണ്. രേഷ്മ പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് വിജയത്തെ കാണുന്നത്? വളരെ നല്ല രീതിയിലാണ്. ഇത് പുതിയൊരു ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഏതായാലും കോൺഗ്രസാണ് വിജയിച്ചതെങ്കിലും BJPക്കും ചെറുതല്ലാത്ത നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LDFനാണ് വീഴ്ച പറ്റിയത്. ആ വീഴ്ചയെ വലിയ ആഹ്ലാദമാക്കി മാറ്റുകയാണ് BJPയുടെ പ്രവർത്തകരും. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.